ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒറ്റയാനെ തളയ്ക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന CPM നേതൃത്വത്തെ കാണുമ്പോൾ വേദന തോന്നുകയാണ്. ഷാഫി പാലക്കാട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ മുന്നേറിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വടകരയിൽ വന്ന് കളിക്കുകയാണ്. ജയരാജന്മാരുടെയും കോടിയേരിയുടെയും സാക്ഷാൽ പിണറായിയുടെയും അടക്കം തട്ടകമായ തലശ്ശേരിയൊക്കെ ഉൾപ്പെടുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം. അവിടെയാണ് ഷാഫിയുടെ കളി. CPM-ന്റെ പ്രത്യേകിച്ച് കണ്ണൂർ നേതാക്കളുടെ രീതി എന്ന് പറയുന്നത് തങ്ങളുടെ തട്ടകത്തിൽ കളിച്ചവനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് ആരായാലും അതാണ് ഷാഫിയെ കായികമായി നേരിടുന്നത്. ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുക അല്ലെങ്കിൽ ആളെ തന്നെ തീർത്ത് കളയുക എന്നുള്ളതാണ് ഷാഫിയുടെ കാര്യത്തിലും അവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ CPM ഷാഫിക്ക് മുന്നിൽ ഇപ്പോൾ തോറ്റു തൊപ്പിട്ടിരിക്കുകയാണ്. ആദ്യം തെരഞ്ഞെടുപ്പിൽ ഷാഫിയോട് തോറ്റു. പിന്നീട് റോഡിൽ തടയാൻ നോക്കി ഷാഫി ഇറങ്ങി വെല്ലുവിളിച്ചതോടെ അതും ചീറ്റിപ്പോയി. ഇത്തവണ മർമ്മം നോക്കി തല്ലാൻ ഏൽപ്പിച്ച പോലീസുകാരന് ഉദ്ദേശിച്ചത്ര കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ അതോടെ ഷാഫി ഒരാൾ മതി CPM-നെ കെട്ടുകെട്ടിക്കാൻ എന്നുറപ്പായതോടെ സമനില തെറ്റിയതുപോലെയാണ് CPM നേതാക്കൾ. അതാണ് ഇന്നലെ ജയരാജനിൽ കണ്ടത്. പേരാമ്പ്രയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഷാഫി പറമ്പിൽ MP-ക്കെതിരെ ഭീഷണി പ്രസംഗവുമായിട്ടാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ എത്തിയത്. ഒരു വിഡ്ഢി പോലും പറയാത്ത രീതിയിലാണ് സ്ഥലം MP-യെ ജയരാജൻ വെല്ലുവിളിച്ചത്. ഷാഫി സൂക്ഷിച്ചു നടന്നാൽ മതി, മൂക്കിന്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ എന്നാണ് EP-യുടെ പരാമർശം. CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുമോ? മാർക്സിസ്റ്റുകാർ നല്ല ക്ഷമാലുക്കളാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചാൽ MP-യുടെ മൂക്കടിച്ച് തകർക്കാനുള്ള അനുമതിയായി എന്നുള്ളതാണ് ജയരാജൻ പറയുന്നത്. ജയരാജനും കൺവീനർ TP രാമകൃഷ്ണനും പറയുന്നത് ഷാഫിയാണ് കുറ്റക്കാരൻ എന്നുള്ളതാണ്. പേരാമ്പ്രയുടെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ഷാഫി ആസൂത്രിതമായി പദ്ധതി ആരംഭിച്ചു എന്നാണ് അവർ പറയുന്നത്. ഷാഫി കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തു നിന്ന് ആളുകളെയും കൂട്ടിന് വന്ന് പേരാമ്പ്രയിൽ സംഘടിപ്പിക്കുന്നുവെന്നും അതിനെ പോലീസ് അടിച്ചൊതുക്കിയെന്നുമൊക്കെയാണ് ജയരാജൻ പറയുന്നത്. പാർട്ടിയുടെ ഉത്തമരായ സഖാക്കൾ, ഈ നാടിന്റെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന സഖാക്കൾ ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് മാത്രം വലിയ സംഘർഷം നടന്നില്ല. പോലീസ് സംയമനം പാലിച്ചതുകൊണ്ട് വലിയ അക്രമം നടന്നില്ല എന്നുള്ളതാണ് സത്യം എന്നുള്ളതാണ് ജയരാജന്റെ അഭിപ്രായം. എന്നാൽ ഷാഫിയെ കുറ്റപ്പെടുത്തി LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രസംഗിച്ചു. ഷാഫിയുടെ മൂക്കിന് ഒരു ഓപ്പറേഷൻ നടന്നു എന്ന് തന്നെ വിചാരിക്കാം. സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നില്ലേ? മൂക്കിന് ഓപ്പറേഷൻ നടത്തിയ ഒരാൾക്ക് എങ്ങനെയാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയുക? മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നേരെ നിന്ന് വർത്തമാനം പറയാൻ കഴിയുമോ? കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. മൂന്നാം തവണയും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരും എന്നതിൽ സംശയം വേണ്ട എന്നും കൺവീനർ പറയുന്നു. അതായത് ഈ രണ്ട് പ്രമുഖ നേതാക്കളും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ചുവപ്പ് കോട്ട തകർന്നു വീഴുന്നു, തങ്ങളുടെ കളികൾ നടക്കുന്നില്ല, കാര്യങ്ങളെല്ലാം ഷാഫി പറമ്പിൽ തീരുമാനിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ നിന്നും പരമാവധി പേരെ കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു നേതാവ് ഒറ്റയാനായി പാർട്ടി ഗ്രാമങ്ങളിൽ വിലസുമ്പോൾ മാനസിക നില തെറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതാണ് മൂക്കിന്റെ പാലം തകർന്ന ഒരു MP-യെ നോക്കി വീണ്ടും കരുതിയിരുന്നു എന്ന് പറഞ്ഞത്.